നിങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് ബാരിക്കേഡിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കൊടി കുത്തി കാണിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ കേരളം ഭരിക്കുമ്പോൾ ഇവർ സെല്യൂട്ട് അടിക്കും. ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര നമ്മുടെ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഉത്തർപ്രദേശ് ഞങ്ങളാണ് ഭരിക്കുന്നത്, രാജസ്ഥാൻ ഞങ്ങളാണ് ഭരിക്കുന്നത്, മധ്യപ്രദേശ് ഞങ്ങളാണ് ഭരിക്കുന്നത്, ഹരിയാന ഞങ്ങളാണ് ഭരിക്കുന്നത്. എവിടെയുണ്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ത്രിപുര ഞങ്ങളാണ് ഭരിക്കുന്നത്, അവരുടെ ആയിരുന്നു. പശ്ചിമ ബംഗാൾ ഈ കൊടി കുത്തിയാൽ പിന്നെ ഒരൊറ്റ BJP-കാരനെയും അവിടെ കാണില്ലെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. ആ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ വലങ്കയ്യായി നിന്ന സുവേന്ദു അധികാരി ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് ഈ കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതിപക്ഷ ലീഡറാണ്, വലിയ നേതാവാണ്, ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ്. 16-ലധികം വരുന്ന ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള 16-ലധികം വരുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൽ സടകുടഞ്ഞെണീക്കുകയാണ്. വികസനം, മുന്നോട്ടുള്ള പോക്ക്, വിദ്യാഭ്യാസം. ഇന്ന് 2.1% നമ്മുടെ രാജ്യത്തിന്റെ പണപ്പെരുപ്പ് നിരക്കിനെ കുറയ്ക്കാൻ ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ഈ പിണറായി വിജയൻ 9 കൊല്ലമായിട്ട് നിങ്ങൾ ഇരുന്ന് പണിയെടുത്ത് പ്രവർത്തിച്ച് 6.71% പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരണേ എന്ന് നരേന്ദ്രമോദിയുടെ മുന്നിൽ അടച്ചിട്ട മുറിയിലും തുറന്ന മുറിയിലും നിന്ന് യാചിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പോലീസുകാരന് വരെ ശമ്പളം കൊടുക്കുന്നത്. നമ്മുടെ സാമ്പത്തിക നിലവാരമുണ്ടല്ലോ കേരളത്തിൽ അധപ്പതനത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹനിധിയായിട്ടുള്ള നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ പോയി കയ്യും കാലും പിടിച്ച് അവിടെ നിർമ്മലാ സീതാരാമനോടൊപ്പം ഒന്ന് ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി വെമ്പിയ പിണറായി വിജയനെയും പിന്നെ വലിയ ശമ്പളം കൊടുത്ത് അവിടെ ഹിന്ദി പറയാൻ വേണ്ടി നിർത്തിയിട്ടുള്ള KV തോമസ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനും കാട്ടിയിട്ടുള്ള ദയവ് കൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലാക്കണം. നിങ്ങൾ ആരുടെ പോലീസാണ്? നിങ്ങൾ പിണറായി വിജയന്റെ മാത്രം പോലീസാണോ? നിങ്ങൾ കോൺഗ്രസിന്റെ പോലീസാണോ? നിങ്ങൾ BJP-യുടെ മാത്രം പോലീസാണോ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ പോലീസാണ്, കേരള സംസ്ഥാനത്തിന്റെ പോലീസാണ്. നിങ്ങൾ തലയിൽ വെച്ചിട്ടുള്ള തൊപ്പിയെ ഞങ്ങൾ ബഹുമാനിക്കും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാട് പോലെ നാട്ടല് വളച്ച് പിണറായി വിജയന്റെ മുന്നിൽ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ആ കളി ഞങ്ങൾ വെച്ചു മുറിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങളിൽ എത്ര പേരുണ്ട് RSS-കാർ? ഞങ്ങൾക്കറിയില്ലേ. പഴയ കാലമാണോ ഇത്? RSS-ന്റെ ശാഖയ്ക്ക് പോയിട്ടുള്ള പോലീസ് ഓഫീസർമാരെ ഏമാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളത്ത് ഈ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത്. എന്റെ സഹോദരിയും ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയുമായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ജില്ലയുടെ അമരക്കാരിയായിട്ട് ഈ ജില്ലയെ ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ടീം പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ വരും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ആളുകൾ വന്ന് സംസാരിക്കും. അത് മര്യാദയുടെ ഭാഷയിലായിരിക്കും. അവർ വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കേരള നിയമസഭയിൽ MLA ഇല്ല എന്ന് കരുതി പിന്നെ പിണറായി വിജയനെ ചാമരം വീശിക്കൊടുക്കുന്ന VD സതീശന്റെ പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് കരുതിയിട്ട് അഹങ്കരിക്കാനാണ് ഭാവമെങ്കിൽ ചേലക്കരയിലെ ഹംസക്ക അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഹംസക്കോട് ഒന്ന് ചോദിച്ചാൽ അറിയാം, ഭാരതീയ ജനതാ പാർട്ടിയോട് കളിച്ചാൽ പിന്നെ പെൻഷൻ വാങ്ങണമെങ്കിൽ ഞങ്ങൾ കേസ് അവസാനിപ്പിക്കണം, ഞങ്ങൾ സ്വകാര്യ അന്യായം കൊടുക്കും. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടപിടിക്കാനാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള പ്രവർത്തകന്മാരും നിങ്ങൾക്കെതിരെ സ്വകാര്യ അന്യായം ഞങ്ങൾ കൊടുത്താൽ നിങ്ങൾ കോടതിയിൽ കയറേണ്ടി വരും. രാജ്യത്തെ പോലീസ് അല്ല അവസാനത്തെ വാക്ക് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര തലത്തിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ ഞങ്ങൾ കൊണ്ടുവരണോ കുന്നംകുളത്തേക്ക്? ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളിൽ കയറിയാൽ നിങ്ങൾക്കറിയില്ലേ പോലീസ് അധികാരികൾ കൂട്ടുനിന്നാൽ എന്താണ് നിയമമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ കാവ്യ കണ്ടാൽ ഞങ്ങൾ സല്യൂട്ട് അടിക്കും, ഒരു തർക്കവും വേണ്ട. എന്താ കാരണം എന്നറിയുമോ? ഞങ്ങളുടെ കുട്ടികളെ 13 വയസ്സിൽ സംഘശാഖയിൽ ഈ കാക്കി ട്രൗസറിട്ട് കബഡി 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 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വന്ന് അവർ പലരും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് അധികാരികൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ മാർസിച്ചാകാൻ
പറ്റില്ല. ഞങ്ങളും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ചുകൊണ്ടാണ് കേരള സമൂഹത്തിൽ നികുതി പണം അടയ്ക്കുന്നതെങ്കിൽ ആ നികുതി പണം എണ്ണിയെടുത്തുകൊണ്ട് നിങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ പാറപ്പുറത്തെ പിണറായി തമ്പുരാന്റെ അവരുടെ പാർട്ടിയുടെ ആഹ്വാനം കേട്ടുകൊണ്ടാണ് കുന്നംകുളത്തെ കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ മറുപടി പറയും. ഒരു തർക്കവും വേണ്ട. അതിന്റെ സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ പോലീസ് അധികാരികളെ കടക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തിയത്. ഹംസ, ബഹുമാനപ്പെട്ട ഹംസ ഈ കഴിഞ്ഞ നാളുകളിൽ എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. കാരണം റിട്ടയർമെന്റ് ഏതാണ്ട് ആ സമയം കഴിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളുടെ മാപ്പും വേണ്ട. നിങ്ങൾ തലയിൽ തൊപ്പി വെച്ച് നിങ്ങളുടെ യൂണിഫോം അണിഞ്ഞ് നിങ്ങൾ സ്റ്റേഷനകത്തിരിക്കുമ്പോൾ നൽകാത്ത നീതി റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ചർച്ച നടത്താമെന്നാണ് തീരുമാനമെങ്കിൽ അത് നടക്കില്ല. കാരണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അമ്മയുള്ളതുപോലെ, ഭാര്യയുള്ളതുപോലെ, മകളുള്ളതുപോലെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുമുണ്ട്. അവരെ വേദനിപ്പിച്ച് ഇന്നലെ ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ നിന്ന് ചോരയൊഴുകിക്കൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടപ്പോ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. എനിക്ക് ഇന്ന് ഡ്യൂട്ടി ആലപ്പുഴയിലാണ്. ഞാൻ ആലപ്പുഴയിൽ പരിപാടിയിൽ കോർ കമ്മിറ്റിയിലും പരിപാടിയിലും പങ്കെടുക്കേണ്ട ഞാൻ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്ന വഴിയിൽ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ കോളും എനിക്ക് വന്നുവെങ്കിൽ ഞാൻ ഇവിടുത്തെ പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അച്യുതാനന്ദൻ സഖാവായിരുന്നു, കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുകൾ അങ്ങനെ കടന്നു വരികയാണ്. 150 പേർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാൻ പോവുകയാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി 150 പ്രധാനപ്പെട്ട ആളുകൾക്ക് തൃശൂർ ടൗണിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കും. മാർക്സിസ്റ്റുകാരനുണ്ട്, കോൺഗ്രസുകാരനുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പോലീസ് അധികാരികൾ മനസ്സിലാക്കേണ്ടത് 1.5% വോട്ടുള്ള ത്രിപുരയില് ഞങ്ങളുടെ ബിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിച്ചുവെങ്കിൽ ആരാധനായിട്ടുള്ള അമിത്ഷാജി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വലിയ ഓഫീസ് കെട്ടിടം അത് ഉദ്ഘാടനം ചെയ്തപ്പോ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള കസേരയാണിത് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒരു MLA-യെയോ MP-യുടെയോ തണലിലല്ല ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. വർഷങ്ങളായി ഈ നിൽക്കുന്ന നിവേദിത എന്ന് പറയുന്നത് പഴയ കരുണാകരന്റെ പോലീസിനെ പേടിക്കാത്ത രാധാ ബാലകൃഷ്ണന്റെ മകളാണ് ഈ നിൽക്കുന്നത്. ആ രാധാ ബാലകൃഷ്ണനെ പോലെയുള്ള സ്ത്രീകൾ, വിനോദിനി അമ്മയെ പോലെയുള്ള ആളുകൾ, എടപ്പാളിലെ ദേവകി അമ്മയെ പോലുള്ള ആളുകൾ, അവരെയൊക്കെ കണ്ടിട്ടാണ് എന്നെ പോലെയുള്ളവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതെങ്കിൽ ഒരു സ്ത്രീ ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷയായിരിക്കുന്ന സ്ഥലത്ത് പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേൽക്കോയ്മ നോക്കിക്കൊണ്ടാണ് പോലീസ് ഇവിടെ നിങ്ങളുടെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എല്ലാ പണിയും കളഞ്ഞ് ഇരിക്കാൻ നിവേദിത വിളിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും തയ്യാറാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് ന്യായം വേണം. നിങ്ങൾ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന ചായയോ പരിപ്പ് വടയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ ഒന്നും തരണ്ട. ഒരാവശ്യവും നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്കില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള പരിരക്ഷ അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുട്ടികളെ അവര് പല പണിയും ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പണിയാണ് അവർ ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വാർഡ് പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ പിടിക്കും. ഇവിടുത്തെ പോലീസ് അധികാരികളോട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ 12-ാം വാർഡിലെ ബിനു പ്രസാദ്, ആ ബിനു പ്രസാദിന് നിങ്ങൾ കാപ്പ ചുമത്തിയില്ലേ? എന്തിനാ? എന്താ ബിനു പ്രസാദ് ചെയ്ത കുറ്റം? ബിനു പ്രസാദിനെ കാപ്പ ചുമത്തിയിട്ട് ഇന്ന് ഞാൻ അറിഞ്ഞു, ഇന്ന് രാവിലെ പോലീസുകാര് പോലീസ് ജീപ്പില് ബിനു പ്രസാദിന് 3 ആൺകുട്ടികളാണ്. ആ കുട്ടികളുടെ മാനസിക നിലവാരത്തിന് എന്തെങ്കിലും സംഭവിച്ച ബിനുവിന്റെ പടി കടന്ന് പോകുന്ന പോലീസുകാരന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ആ വീട്ടിലേക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് വേഷം കെട്ടെടുക്കുക. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് ബിനു പ്രസാദും മക്കളും കിടന്നുറങ്ങുമ്പോ ആ ബിനുവിന്റെ വീട്ടുപടിക്കൽ ചെന്ന് വണ്ടി തിരിച്ച് അവനെ എണീപ്പിച്ച് ഫോട്ടോ എടുക്കാൻ ഒരു മെമ്പറാണ്, ജയിച്ച ജനപ്രതിനിധിയാണ്. ഏത് പോലീസാണിത്? ആരാ നിങ്ങളെ നിയമം പഠിപ്പിച്ചത്? ഇനി മേലാൽ ഈ തോന്നിവാസം നിങ്ങൾ കുന്നംകുളത്തെ പോലീസ് ചെയ്തുവെന്ന് അറിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വെട്ടും കുത്തുമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നിന്റെ വീട്ടിലേക്കും ഞങ്ങൾക്ക് വരാൻ അറിയാം എന്ന്
സൂചന നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേഷം കെട്ട് വേണ്ട. ഇനി ഞാൻ ഇന്നാണ് അറിയുന്നത്, കുന്നംകുളത്തെ പോലീസിനോട് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു പോലീസിന് ബിനു പ്രസാദിനെ വിളിക്കണമെങ്കിൽ ബിനു പ്രസാദ് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയും. അങ്ങോട്ടേക്ക് വരും. നിങ്ങളുടെ പാദസ്പർശമേറ്റ് അങ്ങനെ കളങ്കപ്പെടാനുള്ളതല്ല ആ പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഭൂമി എന്നുകൂടി ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ വെല്ലുവിളി നടത്തി എന്ന് പറയും. ഇപ്പം എനിക്ക് ആകെ കേസാണ് കേരളത്തിൽ. കൊല്ലത്ത് പ്രസംഗിച്ചപ്പോൾ കേസ്, തിരുവനന്തപുരത്ത് പ്രസംഗിക്കാതെ കേസ്, കുന്നംകുളത്ത് നിവേദിതയുടെ അടുത്ത് നിന്നാൽ കേസ്, വേറൊരു ജില്ലയിൽ പോയാൽ കേസ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കേസ് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ അതിർത്തി തർക്കത്തിന് പോകുന്നില്ല, ഒരു വഴക്കിനും പോകുന്നില്ല, എനിക്ക് ഓറഞ്ച് കച്ചവടമില്ല, എനിക്ക് സ്വർണ്ണക്കുരി വെച്ച ഈത്തപ്പഴ കച്ചവടമില്ല, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. കേസിട്ട് നിങ്ങൾ ആകെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ കേസിന് ജാമ്യം എടുക്കാൻ പോകണം. വേറൊന്നുമില്ലല്ലോ പ്രശ്നം. പിന്നെ ആരുടെ മുന്നിലും തല കുനിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാനല്ല, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാർ. കാരണം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ സഹായ സഹകരണങ്ങളില്ല. ഗവൺമെന്റിന്റെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ ചോദിച്ച് നരേന്ദ്രമോദി കൊടുക്കുന്ന പൈസ ചോദിച്ചു ചെന്നാൽ ബാങ്കിനകത്തിരിക്കുന്ന ഇടതുപക്ഷക്കാരൻ പറയുകയാണ്, എവിടെ ആ യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് ഇടതുപക്ഷക്കാരനാണ്, അവൻ പറയുകയാണ്, ഇതാരാ വന്നത്, ആരോടാ വിളിച്ചു ചോദിക്കുന്നത്? ഏരിയ സെക്രട്ടറിയോട്, ബ്രാഞ്ച് സെക്രട്ടറിയോട്. അവന്റെ ഭാര്യയുടെ ആഭരണം കിട്ടിയ പൈസ കൊണ്ടാണോ ലോൺ കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ ഇവരുടെ എല്ലാം കണക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് മറുപടി പറയുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങൾ അക്രമത്തിലൂടെയോ അല്ലെങ്കിൽ കൊടുവാട് കൊണ്ടോ കത്തി കൊണ്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്ന ആളുകളല്ല. പിന്നെ നിങ്ങൾ കണ്ണൂരിൽ കുറെ കാലം ക്രിക്കറ്റ് കളിച്ചു, അപ്പോൾ തിരിച്ച് ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അടിച്ചാൽ അടി കൊണ്ട് ഞങ്ങൾ മടങ്ങില്ല, അടിക്കുന്നവന്റെ കൈയൊന്ന് ഞങ്ങൾ പിടിക്കും. അത് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ വീരനായിട്ടുള്ള ഭഗത് സിംഗിന്റെ പാത പിന്തുടർന്ന ആളുകളാണ്. വീരനായിട്ടുള്ള ഭഗത് സിംഗിന് 23 വയസ്സിലാണ് തൂക്കിലേറ്റുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഈ രാജ്യത്തിന് വേണ്ടി വീരനായി പോരാട്ടം നടത്തിയ ആ ഭഗത് സിംഗിന്റെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ അമ്മയായി കരുതിക്കൊണ്ട് വന്ദേ മാതര ഗാനം ചൊല്ലിക്കൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാൽ കോടികൾ കിട്ടുമെന്നറിഞ്ഞിട്ടും ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്റെ നെറ്റിപ്പൊട്ടി ചോരയൊഴുകിയാൽ എനിക്ക് വേദനിക്കും, നിവേദിതയ്ക്ക് വേദനിക്കും, ഞങ്ങളുടെ അനീഷ് മാഷിന് വേദനിക്കും, നിത്യയ്ക്ക് വേദനിക്കും, അല്ലേ? ഞങ്ങൾക്ക് വേദനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ന്യായമായ ഭാഷയിൽ ഈ പ്രതിരോധവുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾ ജില്ലാ സെക്രട്ടറിയെയോ സംസ്ഥാന സെക്രട്ടറിയെയോ ആണ് പേടിക്കുന്നതെങ്കിൽ, നേരത്തെ നിവേദിത പറഞ്ഞല്ലോ, ഇവിടുത്തെ എന്താണ് MP-യുടെ കഥ പറഞ്ഞു. ഇവിടെ MP മാത്രമല്ല, അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ED കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ സ്ഥിതി പിന്നീട് നമ്മൾ കണ്ടു. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് ED കുറ്റപത്രം കൊണ്ടുപോയി സമർപ്പിച്ചത്. അന്ന് ഒരു സാധാരണ സ്ത്രീ കരുവന്നൂരിലെ കൊള്ള നടത്തിയ ഇവിടുത്തെ വലിയ വലിയ കെങ്കേമന്മാരും മന്ത്രിമാരും MLA-യും MP-യും വലിയ നേതാക്കന്മാരും ചേർന്ന് വലിയ കൊള്ള നടത്തിയപ്പോ ആ കൊള്ളയുടെ പാപഭാരം മുഴുവൻ 2 സ്ത്രീകളുടെ തലയിൽ കെട്ടിവെച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ CPI-യുടെയും CPIM-ന്റെയും 2 സ്ത്രീകളുടെ തലയിൽ കെട്ടിവെച്ച് അവരെ ജയിലിലടച്ചു. അവര് ജയിലിൽ പോയപ്പോ അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മാഷ്കോ അതിന് മുൻപിരുന്ന ആൾക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ വേദനിച്ചില്ല. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്തിരുന്നാലും, ഞങ്ങൾ ആലപ്പുഴയിലിരുന്നാലും, ഞങ്ങൾ കോഴിക്കോടിരുന്നാലും, ഞങ്ങൾ കണ്ണൂരിലിരുന്നാലും ഞങ്ങളുടെ ഒരു പാവപ്പെട്ട പ്രവർത്തകനെ അകാരണമായി ഒരു കാരണവുമില്ലാതെ അവന്റെ തലയിൽ ചുറ്റികയടിച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര താഴേക്ക് വീണാൽ പോലീസ് അല്ല, ഏത് മുന്തിയ പോലീസ് വന്നാലും ഞങ്ങൾ പ്രതികരണ ശേഷിയോടുകൂടി നിങ്ങളുടെ മുന്നിലെത്തും. അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ട പരിരക്ഷ കിട്ടണമെന്നും അതിന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള പോലീസ് അധികാരികൾ
ഈ പോലീസ് സ്റ്റേഷനകത്തുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവര് വിവേചനപൂർവം കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ പോലീസിന്റെ നിയമപാലകരായിട്ടുള്ള ഉയർന്ന അധികാരികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഏതെങ്കിലും മാർക്സിസ്റ്റുകാരന്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പോയോ? ഇല്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അന്വേഷിച്ചു വന്നു. നിങ്ങൾക്ക് എന്താ പണി കേരളത്തിലെ പോലീസിന്? ഈ കുന്നംകുളം പ്രദേശത്തെ മയക്കുമരുന്ന് കച്ചവടം പിടിക്കാൻ നട്ടലുണ്ടോടോ നിങ്ങൾക്കൊക്കെ? മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ആരാ കുന്നംകുളത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ തലവൻ? എങ്ങനെയാണ് ഈ കുന്നംകുളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിരവധിയായിട്ടുള്ള വ്യാജമദ്യം വിൽക്കുന്നത്? എന്താ പോലീസ് പിടിക്കാത്തത്? എന്താ സാധിക്കാത്തത് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഇവിടെ അക്രമങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും ഉണ്ടാകുന്നത്? നിങ്ങൾ നന്നല്ലാത്തത് കൊണ്ടാണ്. നല്ല നട്ടലുള്ള പോലീസ് അധികാരികൾ കേരള പോലീസിനകത്തുണ്ട്. എല്ലാവരും ഒന്നല്ല. പിണറായി വിജയനെ കാണുമ്പോൾ ഈ നിൽക്കുന്ന ആളാണ് കേരളത്തിന് അന്തക വിത്ത് എന്ന് മനസ്സിൽ 10 വട്ടം പറഞ്ഞ് പിണറായി വിജയൻ വരുമ്പോൾ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളും കേരള പോലീസിനകത്തുണ്ട്. ഞങ്ങൾക്കറിയാം. പക്ഷേ എതിർത്താൽ, ചോദ്യം ചെയ്താൽ, അന്യായമാണ് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ലോ ആൻഡ് ഓർഡർ ഇല്ല. ശരിയല്ലേ? നിവേദിത വക്കീലല്ലേ? പിന്നെ അവനോട് പറയും പിക്കാസ് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് ജോലി തരാം, അവിടെ പൊക്കോളാൻ പറയും പിണറായി വിജയൻ. അങ്ങനെയാണല്ലോ നമ്മുടെ ജേക്കബ് തോമസ് പോയത്. പിന്നെ ചോദ്യം ചെയ്താൽ സെൻകുമാറിന്റെ അവസ്ഥ ഉണ്ടാകും. വീണ്ടും ചോദ്യം ചെയ്താൽ ഭാര്യയുടെയും അമ്മയുടെയും കൂടെ സുഖമായിട്ട് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് ക്വാർട്ടേഴ്സൊക്കെ വാങ്ങിയിട്ട് ഒരു 3 കൊല്ലമെങ്കിലും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാം എന്ന് കരുതി വന്നവനെ ട്രാൻസ്ഫർ ആക്കും. ഒന്നുപോലെ തെക്കോട്ടയക്കും അല്ലെങ്കിൽ വടക്കോട്ടയക്കും. ഇതുകൊണ്ടാണ് പോലീസ് അധികാരികൾക്ക് വേണ്ട രീതിയിൽ നിയമം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കോ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർക്കോ നിങ്ങളുടെ മുകളിലുള്ള DYSPക്കോ നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം. ഒരു ദിവസം ആ യൂണിഫോം 24 മണിക്കൂർ നിങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി. ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് നാട് ശുദ്ധീകരിക്കേണ്ടത് എന്ന്. ഒരു ദിവസം ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ, 24 മണിക്കൂർ കിട്ടിയാൽ ഈ കേരളത്തെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ കുറെ കേസ് എടുത്തിട്ടുണ്ട്. ഒരു പോലീസ് സുഹൃത്ത് ഞങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഞങ്ങളുടെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അയച്ചു കൊടുക്കാനാണ്. ഏമാന് സന്തോഷം. പിടിക്കണം, അതവരുടെ ജോലിയല്ലേ. പിടിക്കണം. പിടിക്കുന്നത് സാറ് സന്തോഷത്തോടു കൂടി പിടിക്കണം. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പോലും ഒഴിവാക്കാതെ ഇത് പിടിക്കുക തന്നെ വേണം. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വീഡിയോ പിടിക്കണം. നിങ്ങൾ ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം മറ്റേ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളത് പിടിക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ കളിയാക്കാൻ പാടില്ല. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യതയോടുകൂടി ചെയ്യണം. ഇത്രയും ഡ്യൂട്ടി ചെയ്യുന്ന, പഠിച്ച് പാസ്സായിട്ട് പോലീസിൽ വന്ന കുറെ ആളുകളുണ്ട്. പിന്നെ SFI കോട്ടയിൽ ആർഷോ പറയണ പോലെയുള്ള പോലീസുകാരുണ്ട്. എന്താണ് ആർഷോ പറയാണ്? ഒരു പെൺകുട്ടിയെ അവളെ ചവിട്ടി, അവളെ കടവയറ്റിൽ ചവിട്ടിയിട്ട് അവൾ പരാതി പറഞ്ഞപ്പോൾ പറയാണ്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഗർഭിണിയാക്കി കളയുമെന്നാണ് പറയുന്നത്. അവനാണ് ഇവിടുത്തെ വലിയ നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. SP ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോയ SP-യോട് പറയുകയാണ്, കക്കൂസ് കഴുകിക്കൊള്ളാൻ പറഞ്ഞാൽ കഴുകിക്കൊള്ളണം എന്ന് പറയാൻ ആർഷോ ആരാണ്? ഇവിടുത്തെ പോലീസ് അധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകണമെന്ന് പറഞ്ഞ ആർഷോ അവനെ പഠിക്കണ്ട, അവന് പരീക്ഷ എഴുതണ്ട, അവന് പഠിക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവന്റെ കൂട്ടുകാരി ചിന്തോജറോമിന് വാഴക്കുല എന്താണെന്നറിയില്ല, വയലാർ എന്താണെന്നറിയില്ല, ചങ്ങമ്പുഴ അറിയില്ല, ഇടശ്ശേരി അറിയില്ല. പക്ഷെ PhD പിണറായിയോട് പറഞ്ഞു, വീണയോട് പറഞ്ഞു, അച്ഛനോടൊന്ന് പറയണം എനിക്കൊരു PhD വേണം. ഒന്നും അറിയാത്ത ചിന്തോജറോമിന് PhD. അപ്പൊ നിങ്ങളുടെ ബിജു പറഞ്ഞു, ബിജുവിന്റെ ഭാര്യ കിടത്തി പൊറപ്പിക്കുന്നില്ല. ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ എനിക്കും വേണം ഡോക്ടറേറ്റ്. അപ്പൊ ബിജു പറഞ്ഞു, നിനക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നീ എന്ത് ചെയ്യണം? നിനക്ക് നല്ല ജോലി, മുന്തിയ ജോലി ഞാൻ സർവകലാശാലയിൽ ശരിയാക്കി തരാം, ഡോക്ടറേറ്റ് എനിക്ക് വേണം. അപ്പൊ ഏതിലാ ഡോക്ടറേറ്റ്? ബിജു ഇന്ന് വരെ ഒരു കെമിസ്ട്രി പുസ്തകം പഠിച്ചിട്ടില്ല. ബിജുവിന് കെമിസ്ട്രിയിൽ തന്നെ ഡോക്ടറേറ്റ് വേണം. കൊടുത്തു. കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം 78 കോടി രൂപയ്ക്ക് ക്യാമറ വെക്കേണ്ട സ്ഥലത്ത് 350 കോടിക്ക് മകന്റെ അമ്മായിയപ്പനെ കൊണ്ട് ക്യാമറ വെപ്പിച്ച മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ ചോദിച്ചാൽ കൊടുത്തോളണം. പക്ഷേ ഷിജു ഖാൻ പറഞ്ഞു എനിക്കും വേണം ഡോക്ടറേറ്റ്. ആരാ ഷിജു ഖാൻ? കോളേജ് കാണാത്ത ആളാണ്. പക്ഷെ ഡോക്ടറേറ്റ് ഷിജു ഖാനും കൊടുത്തു. ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി സർവകലാശാലയിൽ.
രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി സർവകലാശാലയിൽ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നായ എന്താണെന്ന് ചോദിച്ചാൽ ഉഗാണ്ടയുടെ കഥ പറയുന്ന പാലക്കാടിൽ നിന്ന് വന്ന നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷിന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ എനിക്ക് കാലടി സംസ്കൃത സർവകലാശാലയിൽ തന്നെ ജോലി. സമരം നടത്താൻ പോയില്ലേ? അവിടെ ജോലി ചോദിച്ചു, വലിയേട്ടൻ കൊടുത്തു, പിണറായി വിജയൻ. ഇവർക്കെല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ പാവപ്പെട്ടവന്റെ മക്കൾ പഠിച്ച് PhD എടുത്താൽ അവന് കേരളത്തിൽ ജോലിയില്ല. അവന് പുറത്തേക്ക് പോകണം. അവൻ ജർമ്മനിയിൽ പോയിക്കൊള്ളണം, അമേരിക്കയിൽ പോയിക്കൊള്ളണം, അല്ലെങ്കിൽ അവൻ ഉത്തർപ്രദേശിൽ പോകണം, രാജസ്ഥാനിൽ പോകണം. എവിടെയും പോയി നീ ജോലി വാങ്ങിക്കോ. ജോലി ഞങ്ങൾ പിൻവാതിൽ നിയമനം നടത്തും. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മക്കൾക്ക് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അമ്മമാർ കാവലിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയി തിരിച്ചു വന്ന സാധാരണ വീട്ടമ്മ തന്റെ മകനെ കാവലിരിക്കുകയാണ്. കാരണം അവൻ BScക്ക് റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. പക്ഷെ അവന് പരീക്ഷയിലെ PSC ഏമാന്മാരെ അവന്റെ ലിസ്റ്റിൽ ഇല്ല. അവന് ജോലിയില്ല. PSCയോ ഉത്തർപ്രദേശിനേക്കാൾ എത്രയോ ചെറിയ സംസ്ഥാനം കേരളം. ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തില് ഉത്തർപ്രദേശിനേക്കാൾ എത്രയോ ചെറിയ കേരളത്തിൽ ശമ്പളം ഉത്തർപ്രദേശിനേക്കാൾ 3 ഇരട്ടി. കാണുന്നില്ലേ പോലീസ് അധികാരികൾ ഇതൊക്കെ? നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോ മയക്കുമരുന്ന് കച്ചവടത്തിന് പോയാൽ മതിയോ? എങ്കിൽ നിങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താന്തോന്നികൾക്ക് സല്യൂട്ട് അടിച്ചുകൊണ്ട് കാത്തുനിന്നോ? അല്ല, കേരളം നന്നാവണമെങ്കിൽ, കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് ഈ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യണമെങ്കിൽ, നമ്മുടെ സാംസ്കാരിക മേഖല ഉയരണമെങ്കിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ നല്ല നല്ല കർഷകന്മാർ പറഞ്ഞതുപോലെ മുന്നോട്ട് പോക്ക് വേണമെങ്കിൽ, വികസിത കേരളം എന്നുള്ള സ്വപ്നവുമായിട്ട് വലിയൊരു മനുഷ്യൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ മന്ത്രി, ടെക്നോളജിസ്റ്റ്, അദ്ദേഹം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വികസിത കേരളം എന്നുള്ള സ്വപ്നം അത് ഞങ്ങൾ കുന്നംകുളത്തും പ്രാവർത്തികമാക്കും. കൂടാതെ നിങ്ങൾ ഏത് ഗോവിന്ദച്ചാമിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാലും, ഏത് ജയരാജേട്ടൻ നിങ്ങൾ ഉപദേശിച്ചാലും 20% വോട്ട് ഞങ്ങളുടെ പെട്ടിയിലുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പില് കേരളം ഭരിക്കണോ വേണ്ടയോ എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തോടൊപ്പം കേരളത്തിലെ ജനത നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് ബഹുമാനപ്പെട്ട പാലോട് രവി പറഞ്ഞത്. എന്താ പറഞ്ഞത്? കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് കോൺഗ്രസിനോടൊപ്പമുള്ള തലമുതിർന്ന നേതാവ് പാലോട് പറഞ്ഞപ്പോ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുന്നിലും അത് പുറത്തു വന്നു. വന്നത് തെറ്റായി പോയി, ശരി. കാരണം എന്താണ്? കോൺഗ്രസ്സുകാരൻ തന്നെ കോൺഗ്രസ്സുകാരൻ ഒറ്റ കൊടുക്കുകയാണ്. അത് നടന്നു. പക്ഷേ ആ രവി പറഞ്ഞതിനൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. എന്താ യാഥാർത്ഥ്യം? മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് തരംഗം അത് കേരളത്തിലേക്ക് ഉണ്ടാകും. തൃശ്ശൂർ ജില്ലയിലേക്ക് വീണ്ടും കിട്ടി 200 കോടി രൂപ വികസന പ്രവർത്തനത്തിന്. കോടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും, സുരേഷ് ഗോപി ജയിക്കില്ല എന്ന്? ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നൊരു MP തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഉണ്ടായതെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ പേരൂരിലെ ജനതയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം എങ്ങനെ MLA-മാരെ ഉണ്ടാക്കണം. ഇപ്പൊ ഞങ്ങളെ പേടിയാണ്. എന്താ പേടി? പണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇനി എങ്ങാനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൈപ്പത്തിയുടെ വോട്ട് VD സതീശന്റെ ടീം മറിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ BJP-യെ പരാജയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളിൽ ആര് അകത്തു പോകണം എന്ന്. കേരള നിയമസഭയ്ക്കകത്ത് ഏത് കോൺഗ്രസ്സുകാരൻ പോകണം, ഏത് മാർക്സിസ്റ്റുകാരൻ പോകണം എന്നുള്ള തീരുമാനമെടുക്കാൻ സംഘടിത ശക്തിയുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞാൻ ഉൾപ്പെടെ, കുമ്മനം രാജേട്ടൻ ഉൾപ്പെടെ 7 പേരെ 2ാം സ്ഥാനത്ത് നിർത്തി. വോട്ട് കിട്ടാത്തതുകൊണ്ടല്ല, പരസ്പരം നിങ്ങൾ കോൺഗ്രസും മാർക്സിസ്റ്റും ഒരുമിച്ച് ചേർന്നു. ഞങ്ങൾ ജയിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ഈ കച്ചവടം നടത്തി. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട നിവേദിതയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ ഞങ്ങൾ വെച്ചടി മുന്നോട്ടാണ്. കാരണം അന്ന് രാധേടത്തി ജയിലിൽ പോകുമ്പോൾ 6 മാസമുള്ള നിവേദിതയ്ക്ക് അകത്തു പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എങ്കിൽ ഞങ്ങൾക്ക് ഈ പിപ്പിടിയൊന്നും ഒരു പ്രശ്നവുമാകില്ല ഈ ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സഹോദരിക്കും അവരുടെ കൂട്ടുകാർക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, വിസിലടിച്ചാൽ മതി. ഇവിടെ നിന്ന് നിവേദിത ഒരു വാക്ക് വിളിച്ചാൽ കേരളം മുഴുവൻ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്, കേരളം മുഴുവൻ
കുന്നംകുളത്തെത്തിയാൽ ഈ ബാരിക്കേഡൊന്നും മതിയാവില്ല എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കണ്ട എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ടീമിനെ സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടീം അംഗങ്ങൾ പോലീസ് അധികാരികളുമായിട്ട് ഇവിടെ സംസാരിക്കും. അത് പോലീസ് അധികാരികൾ ശ്രദ്ധയോടുകൂടി കേൾക്കും. എന്നിട്ട് തെറ്റ് ചെയ്തവർക്കെതിരെ നല്ല ജാഗ്രതയോടുകൂടിയിട്ടുള്ള നടപടി അത് നിങ്ങൾ എടുക്കും. നിങ്ങൾ ന്യായമായ പാതയിൽ നിൽക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വിളിക്കുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ പേര് മാറ്റി വിളിക്കില്ല. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് തലയുയർത്തി നിൽക്കും. നിങ്ങൾക്കിപ്പോ തോക്കില് പൊട്ടുന്ന ഉണ്ടയുണ്ടായപ്പോഴാ വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയപ്പോഴാ പോലീസുകാർക്ക് പൊട്ടിക്കാൻ ഉണ്ടയുണ്ടായിരുന്നില്ല, തോക്കുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ ആരാധനായ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോഴാണ് ജീപ്പ് വാങ്ങാൻ പണം കൊടുത്തത് കേരളത്തിലേക്ക്. അതുവരെ എന്താ പറഞ്ഞത്? ആഭ്യന്തര വകുപ്പിനകത്ത് ഒരു പൈസയുമില്ല. പൈസ മുഴുവൻ അടിച്ചു മാറ്റി വകമാറ്റി കൊണ്ടുപോകുമ്പോ ഇവിടെ പറഞ്ഞു, ആരാ പറഞ്ഞെന്നറിയുമോ? അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, രാജ്യം മുഴുവനും സേവനമനുഷ്ഠിക്കുന്ന പോലീസ് അധികാരികൾക്ക് ഒരു കള്ളന്റെ മുന്നിലും ഒരു ക്രിമിനലിന്റെ മുന്നിലും ഒരു താന്തോതിയുടെ മുന്നിലും തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ചോദിക്കുന്ന കോടികൾ കേരളത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അന്ന് ആരാധനായ അടൽ ബിഹാരി വാജ്പേയി കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ സഹായിക്കാൻ സംരക്ഷിക്കാൻ കൊടുത്തത്. അതിന്റെ 8 ഇരട്ടി പണമാണ് നരേന്ദ്രമോദി, ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി നാടാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങൾ ഒരാളുടെയും മതിൽ മാന്താൻ വരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനമാണ് നടത്തുന്നത്. ആ പ്രവർത്തനം നടത്തിക്കൊണ്ട് എൻ്റെ സഹപ്രവർത്തകന്മാര് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.